ഹലോ ഗായ്സ്, എല്ലാവർക്കും അമ്പിളി മാമ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളങ്ങനെ ഓൺ വോയിസ് ഒന്നും അധികം ചെയ്യാറില്ല. അപ്പോൾ ഇന്നിങ്ങനെ ഓൺ വോയിസിൽ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഒരുങ്ങി നല്ല കുട്ടപ്പന്മാരായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളെ വീട്ടിനടുത്തൊരു അമ്പലത്തിലെ പരിപാടിയാണ്, അപ്പോൾ അവിടെ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ നാടും നാട്ടിലെ അമ്പലവും ഒക്കെ കാണിച്ചു തരട്ടെ. ഹായ് പറ, ഹായ് എല്ലാവർക്കും ഹായ് പറ. എല്ലാവർക്കും അമ്പിളി മാമൻ ചാനലിലേക്ക് സ്വാഗതം എന്നാറ. സ്റ്റീവേ എനിക്കൊന്നേ അമ്പോ എൻ്റെ മക്കളെ പറ സ്റ്റീവേ. അങ്ങനെ സ്റ്റീവിൻ്റെ വേള കൊടുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ്. നടന്നു പോകേണ്ട ദൂരമുള്ളൂ, പക്ഷെ ഞങ്ങൾ ബൈക്ക് എടുത്താണ് പോയത്. ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും മുത്തപ്പൻ തറ ഏകദേശം കഴിഞ്ഞു. ഈ ഉത്സവം എന്നൊക്കെ പറയുന്നത് ഒരു വികാരം തന്നെയല്ലേ. നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയല്ലേ ഉത്സവം എന്ന് പറയുന്നത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ പറയാൻ മറന്നു. ഇത് ഉപ്പാലക്കൽ ഭഗവതി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വടകര ലൊക്കേഷനിൽ 7 കിലോമീറ്റർ മാറി മാങ്ങിൻകൈ എന്ന സ്ഥലത്താണ്. അങ്ങനെ ഞങ്ങൾ ക്യാമറയിൽ നോക്കി ആയൊക്കെ കാണിച്ച് ചെറിയൊരു നാഗക്കല്ലൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ അനന്തഭദ്ര സിനിമയിലെ കുഞ്ഞൂട്ടനെ പോലെയൊക്കെ തോന്നി. പിന്നെ ഡാൻസും പാട്ടും കൈകൊട്ടിക്കളിയൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ തിരിച്ചറിയാനുള്ള ഒരു വേദി കൂടിയാണ് ഈ ഉത്സവം. ഇവിടുത്തെ പരിപാടിയൊക്കെ ഇന്നലെ കഴിഞ്ഞിട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് തെറിയൊക്കെ കണ്ടു നേരെ അമ്പലപ്പറമ്പിലേക്ക് പോവാണ്. അവിടെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതാ നല്ല കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. സ്റ്റീവ് ഇങ്ങനെ നോക്കുകയാണ് എന്താ വാങ്ങേണ്ടതെന്ന്. എല്ലാം പെറുക്കി നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടുട്ടോ അവിടെ വെച്ച്. അവർ പിന്നെ വീഡിയോ കാണലുണ്ട്, ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു. സ്റ്റീവ് ഇങ്ങനെ അവന് വേണ്ട എന്തെങ്കിലും ഉണ്ടോയെന്ന്, അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ നല്ല അടിപൊളി കമ്മൽ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. കണ്ണൊന്നും മഞ്ഞളിച്ചെങ്കിലും ഞാനങ്ങനെ ഇടാത്ത കൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ വീണ്ടും ഞങ്ങൾ തിര കാണാൻ പോയി. കുറേ നേരം അവന് തെറിയൊക്കെ കണ്ടു. തെറിയൊന്നും തീർത്തും കണ്ടില്ലെങ്കിലും ഉള്ള തെറിയൊക്കെ നല്ല അടിപൊളിയാണെന്നാണ് പറയുന്നത് കേട്ട്. പിന്നെ നല്ല പൂക്കൽശമൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റീവ് കുറച്ച് അലമ്പായതിനെ കൊണ്ട് ഞങ്ങൾ പൂക്കൽശമൊന്നും കാണാനൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ. ഇതുപോലത്തെ കൊച്ചു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും.